ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം നമുക്ക് നൽകുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഫിലിപ്പിയ ലേഖനം നമ്മൾ പഠിച്ചു വരുന്നു. 1-ാം അധ്യായത്തിന്റെ 20 വരെയുള്ള വാക്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. 12 മുതലുള്ള വാക്യങ്ങളിലെ പൗലോസ് പറയുന്നത് പൗലോസിന് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഈ അധ്യായത്തിൽ 3 കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നാമത് നമ്മൾ പറഞ്ഞത് പൗലോസിന്റെ ബന്ധനങ്ങൾ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. അകമ്പടി പട്ടാളത്തിലൊക്കെയും ദൈവത്തിന്റെ സുവിശേഷം അറിയുവാനായിട്ട് കാരണമായി തന്റെ അടുത്ത് വരുന്നവർ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് കിടന്നാലും തന്റെ അടുത്ത് വരുന്നവരോട് സുവിശേഷം പറയുവാൻ പൗലോസിന് അവസരം ലഭിച്ചു. രണ്ടാമതായിട്ട് പറഞ്ഞ പൗലോസിന്റെ വിമർശകരെന്ന് പറഞ്ഞാൽ ചിലര് പൗലോസിനോടുള്ള അസൂയ നിമിത്തം ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ചിലര് ദൈവത്തോടുള്ള സ്നേഹത്തിലും പൗലോസിനുള്ള സ്നേഹത്തിലും സുവിശേഷം പ്രസംഗിച്ചു. ആദ്യത്തെ ആൾക്കാർ സ്നേഹത്താൽ പ്രസംഗിക്കും, രണ്ടാമത്തെ കൂട്ടർ അസൂയയോടെ പ്രസംഗിക്കുന്നു. പൗലോസ് പറയുന്നു, ഇത് രണ്ടുപേരും ക്രിസ്തുവിനെയല്ലേ പ്രസംഗിക്കുന്നത്, അതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും എന്ന് പറയുന്നു. അവരോട് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും ഇതെനിക്ക് രക്ഷാകാരണമായി തീരും. അവർ ക്രിസ്തുവിനെയാ പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അവരുടെ അവരുടെ മെസ്സേജിന്റെ കണ്ടന്റ് അല്ല, കണ്ടന്റ് രണ്ടും ക്രിസ്തുവിനെയാണ് പറയുന്നത്, ശരിയായ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ അവരുടെ മോട്ടീവ് ശരിയല്ലായിരുന്നു. അതുകൊണ്ട് പൗലോസിന്റെ വിഷമം ഉണ്ടെങ്കിലും പൗലോസ് തന്റെ അഭിപ്രായം പറയുകയാണ്. രണ്ടിനാൽ എനിക്ക് എന്താണേലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അവർ ക്രിസ്തുവിനെയല്ലേ പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു. 20-ാമത്തെ വാക്യം നമ്മൾ കണ്ടത് ഞാൻ വായിക്കാം. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. അവിടെ പറഞ്ഞത് അങ്ങനെ ഞാൻ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ 20-ാം വാക്യം മുതൽ തൻ്റെ ആ പ്രതികൂലങ്ങൾ സുവിശേഷ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്ന് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലര് ക്രിസ്തുവിനെ സ്നേഹത്താൽ പ്രസംഗിക്കുന്നു, ചിലവർ അസൂയോടെ പ്രസംഗിക്കുന്നു. എൻ്റെ ചങ്ങലകൾ എങ്ങനെയായാലും എന്തു വന്നാലും ഒന്നിലും ഞാൻ ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ മഹിമപ്പെടുകയുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞാൻ മരിച്ചാലും ഞാൻ ജീവനോടെ ഇരുന്നാലും എനിക്ക് പ്രശ്നങ്ങൾ നേരിട്ടാലും ക്രിസ്തുവിനെ ഉയർത്തുക എന്നാണ് എൻ്റെ ലക്ഷ്യം. അവിടെ നമ്മൾ പറഞ്ഞു മഹത്വപ്പെടുകയുള്ളൂ, മാഗ്നിഫൈ ചെയ്യുക, ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുക. എൻ്റെ ജീവിതത്തിൽ എന്തു ഭവിച്ചാലും അത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് കാരണമായി തീരണം. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. കാരണം തൻ്റെ ചങ്ങലകളിൽ തന്നെ വിഷമിച്ചു പോകാതെ, മറ്റുള്ളവരെ പഴി പറയാതെ, അത് ആ കിട്ടിയ സമയം സുവിശേഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സുവിശേഷം വർദ്ധിപ്പിക്കുന്നതിന് വ്യാപരിപ്പിക്കുന്നതിന് വേണ്ടി തനിക്ക് കിട്ടിയ സമയം താൻ തക്കത്തിൽ ഉപയോഗിച്ചു. അത് ദൈവത്തിന്റെ നാമത്തിന് കാരണമായി തീർന്നു. ഇനിയിപ്പോൾ മരിച്ചാൽ തന്നെ അതും ദൈവത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരുകയുള്ളൂ എന്നാണ് പൗലോസ് പറയുന്നത്. ഇനി നമുക്ക് 20-ാമത്തെ വാക്യം വായിക്കാം. 21-ാമത്തെ വാക്യം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാകുന്നു. ഇപ്പം ഈ വാക്യം എല്ലാവർക്കും അറിയാൻ കാണും, എല്ലാം പറയുന്ന ഒരു വാക്യം. പക്ഷെ അങ്ങനെ ഒരു വാക്യം പറയണമെങ്കിൽ അതിൻ്റെ ആഴമായ അർത്ഥങ്ങൾ മനസ്സിലാക്കിയ ശേഷം പറയുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടോടു കൂടെ പറയണം, അല്ലേ? ഇവിടെ പൗലോസിന്റെ ജീവിതത്തില് എന്ത് സംഭവിച്ചതാണേലും, ആ തടവാണേലും പ്രശ്നങ്ങളാണേലും പ്രതികൂലങ്ങളാണേലും അത് ക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വം, എല്ലാത്തിലും ക്രിസ്തു മഹത്വപ്പെടണം. അപ്പം താൻ ജീവിച്ചാലും താൻ മരിച്ചാലും ക്രിസ്തു തന്നെ മഹത്വപ്പെടണം. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമായിരുന്നു. അപ്പൊ പൗലോസിന്റെ ജീവിതം സംക്ഷിപ്തമായി നമുക്കൊന്ന് പറയണമെങ്കിൽ ചോദിച്ചാൽ നമുക്ക് പറയാം, മരിക്കുന്ന പൗലോസിന്റെ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, മരിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കുക, അത് തന്നെ ആയിരിക്കും, അല്ലേ? അപ്പം താൻ ഒരിക്കലും പണമോ പ്രശസ്തിയോ ആർഭാടമോ അങ്ങനെ ഒരു കാര്യവും താൻ ആഗ്രഹിച്ചില്ല. എന്ത് തന്നെയായാലും ക്രിസ്തുവിന്റെ നാമം എല്ലായിടത്തും അറിയുക, എല്ലാവരും ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതായിരുന്നു തൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം താൻ തനിക്കായിട്ടല്ല ജീവിച്ചത്, താൻ ക്രിസ്തുവിന് വേണ്ടി ആണ് ജീവിച്ചത്. നമുക്കറിയാം റോമാലേഖനം
14-ാം അധ്യായത്തിലെ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടിയല്ലേ ജീവിക്കുന്നത്? ഞാൻ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി. നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, തനിക്കായി തന്നെ മരിക്കുന്നില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം ക്രിസ്തുവിനായിട്ടും, മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായിട്ടും. കാരണം നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവൻ, നമുക്ക് വേണ്ടി മരിച്ചവൻ, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവൻ. നമുക്ക് ആ റോമാലേഖനം 14-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നു എങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നു എങ്കിൽ നാം കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നു എങ്കിലും മരിക്കുന്നു എങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നതും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർത്തുകയും ചെയ്തേ, അല്ലെ? എല്ലാവർക്കും വേണ്ടി 2 കൊരിന്ത്യർ 5-ാം പറഞ്ഞ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചവനായിട്ടത്ര ജീവിക്കണം. അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. അപ്പൊ നമുക്ക് വേണ്ടി ഒരാൾ മരിച്ചു, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, നമുക്ക് വേണ്ടി കഷ്ടപ്പാടുകളെല്ലാം അനുഭവിച്ചു. ഫിലിപ്പിലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നേ, ഏറ്റവും ഉന്നത ശ്രേണിയിലായിരുന്നവൻ, അല്ലെ, സ്വർഗീയനായവൻ ഈ ഭൂമണ്ഡലത്തിലേക്ക് ഇറങ്ങി, അല്ലെ, ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ആ സ്വർഗത്തിലെ ഉന്നതമുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും കുറെ നേരത്തേക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് താഴെ ഭൂമിയിലെത്തി മനുഷ്യനായി നമുക്ക് വേണ്ടി വന്ന ആ ദൈവകൃപയുണ്ടല്ലോ, അത് ഓർത്തു നോക്കുക. നമുക്ക് വേണ്ടി മരിച്ച ഒരവസ്ഥ ഓർക്കുമ്പോൾ നാം അവന് വേണ്ടി ജീവിക്കണം. പൗലോസ് പറയുക, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ചങ്ങലയാണേലും അതിൽ ക്രിസ്തു മഹത്വപ്പെടണം, തന്റെ വിമർശകരാണേലും അവർ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ക്രിസ്തു മഹത്വപ്പെടണം. ഇനി എന്റെ പ്രതികൂലങ്ങളാണെങ്കിൽ തന്നെ അതും ക്രിസ്തുവിന് വേണ്ടിയാണ്. അതുകൊണ്ട് ക്രിസ്തു മഹത്വപ്പെടണം. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ക്രിസ്തുവിന്റെ ജീവിതം പോലെയാണ് ആകണം തന്റെ ജീവിതം എന്ന് പൗലോസ് എപ്പോഴും ആശ്വസിക്കുന്നു. അതുപോലെ തന്നെ തന്നെ പിന്തുടരുന്നവരും അതുപോലെ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി പൗലോസ് തന്നാൽ ആവോളം ചെയ്തു. പല മിഷണറി യാത്രകൾ ചെയ്തു. അന്നത്തെ കാലത്ത് ഞാൻ എപ്പോഴും പറയുന്ന മിഷണറി യാത്ര വളരെ പ്രയാസകരമായ പ്രശ്നമായിരുന്നു. ആ യാത്രകളൊക്കെ ഭയങ്കര കഠിനതരങ്ങളായിരുന്നു. എന്നാലും എങ്ങനെയെങ്കിലും ലോകത്തിന്റെ അന്ന് അറിയപ്പെടുന്ന സ്ഥലങ്ങൾ, അന്ന് വാഹനങ്ങൾ അല്ലെങ്കിൽ കപ്പലിൽ പോകാൻ ആകുന്ന സ്ഥലം വരെ ക്രിസ്തുവിനെ അങ്ങേ അറ്റം വരെ പൗലോസ് പറയുന്നുണ്ട്, യെരുശലേം മുതൽ ഇല്ലൂര്യ ദേശം വരെ സഞ്ചരിച്ചാൻ ക്രിസ്തുവിന്റെ സുവിശേഷം പൂരിപ്പിച്ചെന്നാ പറയുന്നത്. അപ്പൊ അത്രയും പ്രയാസപ്പെട്ട് നമ്മൾ ആ പെർഗയിലൊക്കെ യാത്ര ചെയ്ത അവസ്ഥയെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ പഠിച്ചായിരുന്നല്ലേ. വളരെ പൊങ്ങിയും താണുമുള്ള കുന്നുകൾ പ്രദേശങ്ങൾ താഴ്വരകളും നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ശരീരത്തിന് ബുദ്ധിമുട്ടാകുന്ന എല്ലാ കാര്യങ്ങളും എന്തിനു വേണ്ടിയിട്ടാ? പൗലോസിന് എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടായിരുന്നോ? ഒരിക്കലുമല്ല. അത് ക്രിസ്തുവിനെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ പൗലോസ് സുവിശേഷ പ്രഘോഷണങ്ങൾ എടുത്തു. അതാണ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്ന ലാഭമാണ്. ഒരിക്കലും തന്നെ ഒരു കാര്യത്തിനും ക്രിസ്തുവുള്ള സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട് കഴിഞ്ഞില്ല. പൗലോസ് റോമാലേഖനത്തിൽ ജീവനോ മരണത്തിനോ വാഴ്ചകൾക്കോ അധികാരത്തിനോ ഇപ്പോഴുള്ളതിനോ വരുമാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് ഏത് സൃഷ്ടിക്കോ ക്രിസ്തുവേശുള്ള എൻ്റെ സ്നേഹത്തിന് തന്നെ മാറ്റുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെയൊക്കെ പറയുന്ന ഒരാൾക്ക് മാത്രമേ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ, അതിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല. സാധാരണ ഒരു വിശ്വാസിയെ പോലെ ആയിരുന്നില്ല. സാധാരണ വിശുദ്ധന്മാർ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ആയിരുന്നില്ല പൗലോസ്. ഏത് പ്രതിസന്ധികളുടെ നടുവിലും ക്രിസ്തുവിനെ ഘോഷിക്കുക, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, ക്രിസ്തുവിന് വേണ്ടി മരിക്കുക, അതായിരുന്നു പൗലോസ് ലക്ഷ്യം. ഇവിടെ പറഞ്ഞ, ഇവിടെ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നു ലാഭവുമാണ്. ഇവിടുത്തെ മരണം എന്ന് പറയുന്നത് ശാരീരിക മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞാല് എന്ന് പറയുന്ന ഒരു വേദപണ്ഡിതൻ എങ്ങനെയാണ് പറഞ്ഞത്, എ ബിലീവേഴ്സ് ഡെത്ത് ഈസ് എ ഗ്രാജുവേറ്റിംഗ് ഹിം ടു ദ ഗ്ലോറി. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് മാറി വേറെ പ്രൊമോട്ടഡ് ആയി പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ മരിച്ചവരൊക്കെ പ്രൊമോട്ടഡ് ടു ഗ്ലോറി എന്നല്ല പറഞ്ഞത്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു പ്രൊമോഷനാണ് കിട്ടുന്നത്. ഞാൻ ഇവിടെ എൻ്റെ ശരീരത്തിൽ ഇവിടെ ഞാൻ മരിച്ചുവെങ്കിൽ ഞാൻ ആ തേജസ്സേറിയ തേജസ്സോടുകൂടിയ ക്രിസ്തുവിനോടുകൂടെ എപ്പോഴുമായിരിക്കും. നമ്മളെ അബ്രഹാം പറഞ്ഞ പോലെ തേജോമയനായ ദൈവത്തോടുകൂടെ ആയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെ, ആ ഒരു
തൻ്റെ ഈ ലോകത്തിലെ കഷ്ടത, എന്നോട് നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, ശരീരത്തിൻ്റെ പുറമെയുള്ള മനുഷ്യൻ അങ്ങ് ക്ഷയിച്ചു പോകുകയാ. എന്നാൽ തന്നെ ഞങ്ങളുടെ കൂടാരമൊക്കെ പൊളിയാറായിരിക്കും എന്ന് പത്രോസൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ ആയിരുന്നാലും ഈ ലോകത്തിലെ ഈ കഷ്ടങ്ങളെല്ലാം അവസാനിച്ചിട്ട് ഒറ്റ നേരം കൊണ്ട്, എന്താ നൊടി നേരം കൊണ്ട് കണ്ണിമയ്ക്കുന്നതിന് ക്രിസ്തുവിനോട് ചേരുന്നൊരവസ്ഥ. അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമായിരുന്നു. അപ്പം ക്രിസ്തുവിലെ ഓരോ വിശ്വാസിക്കും ജീവിക്കുന്നത് ലാഭവും അതുപോലെ തന്നെ മരിക്കുന്ന ലാഭവുമായിരിക്കും. പക്ഷേ ഈ ലോകത്തിലെ മറ്റു മനുഷ്യന്മാരൊന്നും എങ്ങനെയല്ല അല്ലേ? അവർ ഈ ലോകത്തിലെ ധനത്തിനും മാനത്തിനും പ്രശസ്തിക്കും വേണ്ടി ജീവിക്കുന്നു. അത് നമുക്കറിയാം, അതെല്ലാം ഈ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് മരണമെന്ന് പറയുന്നത് വലിയൊരു നഷ്ടമാണ്. പക്ഷെ ഒരു പൈതലിനും മരണമെന്ന് പറയുന്നത് ലാഭമാണ്. എന്താ? നമ്മൾ ഈ മർത്യമായതിനെയൊക്കെ ഉപേക്ഷിച്ച് അമർത്യമായത് സ്വീകരിക്കും അല്ലേ? നമ്മളെ ബലഹീനമായ ശരീരം ഉപേക്ഷിച്ചിട്ട് ഒരു ശക്തിയുള്ള ശരീരം നമുക്ക് ലഭിക്കും. ഈ അപമാനത്തിനിരയായി ഈ ശരീരം മാറിയിട്ട് മഹത്വത്തിലേക്ക്, തേജസ്സിലേക്ക് ഉയർക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടതകൾ അനുഭവിച്ചാലും ആ ദൈവത്തിന്റെ കൂടെ, ആ തേജോമയനായ കർത്താവിനോടുകൂടി ഇരിക്കുന്ന ഒരു അവസ്ഥ ഓർക്കുമ്പോൾ ഒരു ദൈവ പൈതലിന് അല്ലെങ്കിൽ ക്രിസ്തുവിലെ വിശ്വാസിക്ക് മരണമെന്ന് പറയുന്നത് ഏറ്റവും ലാഭമായത്. എന്നാൽ നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞ അംശമായത് പൂർണ്ണമായത്, അംശമായതിൽ നിന്ന് പൂർണ്ണമായതിലേക്കുള്ള യാത്രയാണ് ക്രിസ്തുവിനോടുള്ള ജീവിതം. ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞ് ആ മരണം കഴിയുമ്പോൾ പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ്. അവളത് ഏറ്റവും അത്യുത്തമമായത് നമ്മൾ കാക്ഷിക്കുകയാണ്, പരമോന്നതമായിലേക്ക്. ഈ ലോകത്തിൽ ഒന്നും നമുക്ക് നേടുവാൻ കഴിയത്തില്ല. എന്ത് നേടിയാലും നമുക്ക് കല്ലറ വരെ കൊണ്ടുവരില്ല. പക്ഷെ ആ മരണത്തിനപ്പുറത്തെ ആ അത്യുത്തമമായതിലേക്ക്, പരമോന്നതമായതിലേക്ക് നമ്മുടെ ഒരു യാത്രയാണ്. അവിടെ നമ്മുടെ ജീവിതം തുടരുക, അല്ലെങ്കിൽ വേറൊരു ജീവിതം തുടങ്ങുകയാണ്. നിത്യമായ ഒരു ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുകയാണ്. അപ്പം ദൈവവേദന എപ്പോഴും മരണം ഒരു നഷ്ടമാണോ അതോ ലാഭമാണോ? എപ്പോഴും ഒരു ലാഭമാണ്. നമ്മള് അദൃശ്യമായതിനെ ഒന്ന് വിശ്വസിച്ചു അല്ലേ? നമുക്കറിയാം, കാഴ്ചയാലല്ല വിശ്വാസാലല്ല നമ്മൾ ജീവിക്കുന്നത്. നമുക്കിതെല്ലാം വചനത്തിൽ എഴുതി കെട്ടിയതല്ലാതെ നമ്മളൊന്നും ആരും കണ്ടിട്ടുള്ളവരല്ലല്ലോ. അദൃശ്യമായതിനെ അല്ല, കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്ര നമ്മൾ നോക്കിക്കൊണ്ട് ജീവിക്കുക. അപ്പൊ ആ കാണാത്തതിലേക്ക്, ദൃശ്യമായെന്ന് അദൃശ്യമായതിനെ നമ്മൾ കാണുന്ന ഒരു അവസ്ഥയിലേക്ക്, അദൃശ്യമായത് നമ്മൾ ദൃശ്യമായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇവിടെ പോളിന്റെ ജീവിതം രണ്ട് തരത്തിലാണ് ലാഭമാകുന്നത്. ഒന്ന്, ജീവിക്കുന്നത് ക്രിസ്തുവാ. അത് ആ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ചങ്ങലയാകട്ടെ, തൻ്റെ വിമർശകരാകട്ടെ, തൻ്റെ പ്രതികൂലങ്ങളാകട്ടെ, എന്താണേലും അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു, സുവിശേഷത്തിന്റെ വ്യാപനത്തിന് കാരണമായി തീർന്നു. അത് സുവിശേഷം അനേകർ ക്രിസ്തുവിനെ അറിയുവാനായിട്ട് കാരണമായി. അത് ലാഭമായി. ഇനി മരണമെന്ന് പറയുന്നത് പെട്ടെന്ന് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് താൻ എത്തിച്ചേരും. പൗലോസിനാകുമ്പോൾ പ്രത്യേകിച്ച് സന്തോഷം കൂടുതലുണ്ട്. കാരണം താൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതാ അല്ലേ? അവിടെ 2 കൊരിന്ത്യർ 12 പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, താനാന്ന് പോലും വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തുവിനെ കണ്ട ആ മഹത്വത്തിൽ ക്രിസ്തുവിനെ കണ്ടതാണ്. അതുകൊണ്ട് താൻ അവിടേക്ക് പോകുവാനാണ് കൂടുതലായിട്ട് കാംക്ഷിച്ചിരുന്നത്. അപ്പം തനിക്ക് രണ്ടും ലാഭം തന്നെയാണ്. ഇവിടെ ജീവിച്ചിരിക്കുന്നത് അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ കഴിയും. അങ്ങോട്ട് പോയാൽ തന്നെ അവിടെ പെട്ടെന്ന് കർത്താവിൻ്റെ അടുക്കലേക്ക്, ആ തേജസ്സിലേക്ക് ഉള്ള വാസമാണ് തനിക്ക് ലഭ്യമാകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ മരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ച് ലാഭമൊന്നുമല്ല. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത്, അല്ലെ ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് മാത്രമാണ് മരണം ഒരു ലാഭമായിരിക്കുന്നത്. സ്വാർത്ഥ ജീവിതം നയിക്കുന്നവർക്കും അതുപോലെ ഈ ലോകത്തിലെ ജീവിതം മാത്രം കാംക്ഷിക്കുന്നവർക്കും മരണം ഒരിക്കലും ഒരു ലാഭമല്ല, അത് നഷ്ടം തന്നെയാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അനേകം കാര്യങ്ങൾ വാരി കൂട്ടി സമ്പാദിച്ചു വെക്കും. പക്ഷേ ഒരു നിമിഷം കഴിയുമ്പോൾ എന്താണെന്ന് അറിയില്ല അല്ലേ? എല്ലാം എവിടെ പോകും? നമുക്ക് ഒരു വയറേ ഉള്ളൂ. എത്ര ആഹാരം ഉണ്ടാക്കിയാലും ആ വയറിനകത്ത് നമുക്ക് അത്രേ കൊള്ളത്തുള്ളൂ അല്ലേ? ഒരു സമയത്ത് ഒരു വസ്ത്രമേ ധരിക്കാനൊക്കത്തുള്ളൂ, ഒരു സമയത്ത് ഒരു ബെഡിലേ കിടക്കാനൊക്കത്തുള്ളൂ അല്ലേ? അതെല്ലാം ഒന്നേ ആവശ്യമുള്ളൂ. എല്ലാം ആവശ്യമുണ്ട്. നമുക്ക് പാർപ്പിടം ആവശ്യമുണ്ട്, വസ്ത്രം ആവശ്യമുണ്ട്, ആഹാരം ആവശ്യമുണ്ട്, എല്ലാം ആവശ്യമുണ്ട്. പക്ഷെ എത്ര സമ്പാദിച്ചെന്ന് പറഞ്ഞാലും ഒന്നും നാം ഈ ലോകത്ത് നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നതല്ല. കാരണം നമ്മുടെ
ഈ ലോകത്തിലെ ജീവിതം വെറും നൈമിഷികമാണ്. നമ്മൾ ഈ നിമിഷം സംസാരിക്കുന്നവർ അടുത്ത നിമിഷം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമോ എന്ന് പോലും അറിയത്തില്ല. അങ്ങനെയുള്ള ജീവിതം. പക്ഷേ ഈ ജീവിതം അവസാനിപ്പിച്ച് അടുത്ത നിമിഷം ഞാൻ ക്രിസ്തുവിനോട് ഞാൻ ക്രിസ്തുവിൽ ഇപ്പോൾ ജീവിക്കുകയാണ്, അടുത്ത നിമിഷം ഞാൻ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. അതെനിക്ക് ലാഭം തന്നെയാണ്. അതിനുവേണ്ടിയായിരിക്കണം നമ്മൾ നോക്കി പാർക്കേണ്ടത്. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രയും നമ്മൾ നോക്കി പറയും. കാരണം ഈ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം നമുക്ക് കിട്ടുവാൻ കാരണമായി തീരുന്നു. നമ്മുടെ ഈ മർത്യമായ ശരീരം മാറി നാം അമർത്യതയിലേക്ക് എടുക്കുന്ന നേരം ഉണ്ടല്ലേ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം എല്ലാവരും കർത്താവിനോടുകൂടെ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. എന്നും കർത്താവിനോട് കൂടെ ഇരിക്കും. തെസ്സലോനിക്കർ ലേഖനം പറയും, ഈ വചനങ്ങൾ നിങ്ങൾ ആശ്വസിച്ചുകൊള്ളുവിൻ. കാരണം തെസ്സലോനിക്ക വളരെ മാതൃക സഭയായിരുന്നാലും വളരെ കഷ്ടങ്ങളിലൂടെ കടന്നുപോയൊരു സഭയായിരുന്നു. പലപ്പോഴും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ എന്തുവാ എന്താ പല പ്രതിസന്ധികൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്ന ആ സഭയോട് പറയുകയാണ്, ഈ വചനങ്ങളാൽ നിങ്ങൾ ആശ്വസിച്ചുകൊള്ളുവീൻ, അല്ലേ? അതുപോലെ തന്നെ ഇവിടെയും ഫിലിപ്പിൽ പറയുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാന്ന്. 3:20-21 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാന്ന്. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുമെന്ന് നാം അറിയുന്നു. അവിടെയാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം എല്ലാം മാറിയിട്ട് ആ ക്രിസ്തുവിനോട് കൂടെ തേജസ്സോട് കൂടി ഒരു ശരീരം പ്രാപിക്കും. പൗലോസിന് അത് നല്ലോണം അറിയാവുന്ന കൊണ്ടാ ഈ ലോകത്തിൽ ജീവിക്കുന്നതിനേക്കാൾ മരിക്കാനേ. കാരണം ഞാൻ ജീവിച്ചിരുന്നാലും മരിച്ചാലും അത് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. എൻ്റെ ജീവിതവും മരണവും എല്ലാം ക്രിസ്തുവിന് വേണ്ടിയാണ്. സ്വർഗീയമായതിന് കൊലോസി ലേഖനം 3:1 കാരണം നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ഉയരത്തിലിരിക്കുന്ന ആ സ്വർഗത്തുള്ളത് തന്നെ അന്വേഷിപ്പിൻ, സ്വർഗത്തിൽ തന്നെ ചിന്തിപ്പിൻ. ആ സ്വർഗീയമായതിനെ ചിന്തിച്ചാൽ അവസാനം ലജ്ജു പോകേണ്ട കാര്യമൊന്നുമില്ല. സ്വർഗീയമായതിനെ തേടി തന്നെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും. അതിനുവേണ്ടി നാം കാത്തിരിക്കുക. പൗലോസിനെ പോലെ നമുക്കും പറയാം, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭമാണ്. ജീവിക്കുകയാണെങ്കിലും അത് ക്രിസ്തുവിനോടുകൂടെ, മരിക്കുകയാണെങ്കിലും അത് ക്രിസ്തുവിനോട് കൂടെ. ക്രിസ്തുവിനെ വിട്ട് യാതൊരു പരിപാടിയുമില്ല. കാരണം നമ്മൾ എഫേസ്യ ലേഖനം മുഴുവൻ പറഞ്ഞത് എല്ലാം ക്രിസ്തുവിലുള്ളവർക്ക് അനുഗ്രഹങ്ങളല്ല, അല്ലേ? ക്രിസ്തുവിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ നിത്യജീവൻ. സകലവും ക്രിസ്തുവിലാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ ഉറയ്ക്കുക, ക്രിസ്തുവിൽ വളരുക, ക്രിസ്തുവെ വിശ്വസിക്കുക, ക്രിസ്തുവിനെ മുൻപ് പിടിച്ചുകൊണ്ട് പോകുക. അതിലേറ്റവും നല്ലതായിട്ട് ഒരു വാക്യം നമുക്ക് പറയാൻ കഴിയും, ക്രിസ്തുവിൽ വസിക്കുക. ഒരിക്കലും വിട്ടുമാറരുത്, കൂടെ വസിക്കണം. ഒരു നിമിഷം പോലും മാറാതെ ക്രിസ്തുവിനോട് കൂടെ വസിച്ചു പോയാൽ പൗലോസിനെ പോലെ നമുക്കും പറയാൻ കഴിയും, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഇനി അടുത്ത വാക്യം. ഇപ്പൊ ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു 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 പ്രൊമോഷൻ അല്ലേ? ഈ ലോകത്തിൽ നിന്നും മാറി സ്വർഗീയമായതിലേക്കൊരു പ്രൊമോഷൻ കിട്ടുകയാണ്. മരിച്ചതിൽ കരയേണ്ട കാര്യമില്ല, നമുക്കൊരു പ്രൊമോഷൻ കിട്ടുകയാണ്. അതുകൊണ്ട് മരണത്തെ പറ്റി ആരും സങ്കടപ്പെടണ്ട. പക്ഷെ മരണം എല്ലാവർക്കും ഒരു ഒരു ബുദ്ധിമുട്ടാണ്, അല്ലേ? എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മരിക്കാൻ, ക്രിസ്തുവിനോട് ജീവിക്കാൻ നമ്മളെ ഇഷ്ടം. പക്ഷെ മരണവിധമാണ് നമുക്ക് പ്രശ്നം, അല്ലേ? വളർന്നും കഷ്ടപ്പെടാതെ പെട്ടെന്ന് അങ്ങ് പോയാൽ നമ്മൾ എല്ലാവരും രക്ഷപ്പെട്ടു, അല്ലേ? അങ്ങനെയാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ എങ്ങനെയാണെങ്കിലും ദൈവം നമുക്ക് വേണ്ടി ഒരു വിധം വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ലോകത്തിലേക്ക് നമുക്ക് വിസയൊക്കെ തന്ന് ഇങ്ങോട്ട് വിട്ടതാ, പാസ്പോർട്ടും വിസയൊക്കെ തന്ന് ഇങ്ങോട്ട് വിട്ടതാ. ആ വിസയുടെ കാലാവധി കഴിയുമ്പം കർത്താവിനറിയാം ഏത് വാഹനത്തെ കൊണ്ടുപോകണമെന്നുള്ളത്. അത് ദൈവം തന്നെ തീരുമാനിച്ചോളും. നമുക്ക് ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ ദൈവത്തിന്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മളെ സഹായിക്കും. ഓക്കെ, നമുക്ക് 1:22 1:22 പൗലോസ് പറയുകയാണ്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭവുമാണ്. എന്നാൽ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ജഡത്തിൽ ജീവിക്കുന്നതിനാൽ, ഞാൻ ഈ ശരീരത്തിൽ ജീവിക്കുന്നതിനാൽ, ഈ ലോകത്തിൽ ജീവിക്കുന്നതിനാൽ, ഞാൻ ഈ കുറെ കാലം കൂടെ ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ വേലയ്ക്ക് മഹത്വകരമായി തീരുമെങ്കിൽ അതിന് ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അത് കർത്താവിൻ്റെ ഇഷ്ടമാണെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ഇഷ്ടം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന, കർത്താവെ അങ്ങയുടെ ഹിതം മാത്രം നടക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹിതങ്ങൾ മുഴുവൻ കർത്താവിനോട് പറയുമല്ലേ? അപ്പം
പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ഹിതം നമ്മളുടെ ഹിതമാക്കി തീർക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാനായിട്ട് ഇടുന്നത്. ഇവിടെ പറയുന്നുണ്ട്, എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ. ഏത് വേല? താൻ ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന വേല. അത് ഫ്രൂട്ട്ഫുൾ ലേബർ എന്നാണ് പറയുന്നത്. അത് ഏറ്റവും ഫലകരമായ വേല എന്നാണ് പറയുന്നത്. അത് നമുക്കൊരു ഹാർഡ് വർക്ക് എന്ന് പറയാം. കാരണം ദൈവത്തിൻ്റെ വേല എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള വേലയല്ല. അത് വേലയല്ല, അത് ഹാർഡ് വർക്ക് തന്നെയാണ്. കാരണം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അനവധിയുള്ള മേഖലയാണ്. കാരണം ദൈവവചനം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ വന്ന് കുത്തിയിരുന്ന് പഠിപ്പിക്കാനായിട്ടൊന്നും ഒക്കത്തൊന്നുമില്ല. അത് അധ്വാനത്തോടെ. കാരണം ഈ നമുക്കറിയാമല്ലോ, ഖനികളിൽ വേല ചെയ്യുന്നവരൊക്കെ ഖനികളിൽ നിന്ന് ധാതുക്കളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര അതിപ്രയാസകരമായ പണിയാണല്ലോ. അപ്പൊ അതുപോലെയാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നവരും നന്നേ. അതുകൊണ്ടല്ലേ തിമോഥെയോസിലേത് ദൈവത്തിൽ എല്ലാവരെയും നന്നായി അധ്വാനിക്കുന്നവർ, ദൈവവചനത്തിൽ അധ്വാനിക്കുന്നവർ ഇരട്ടിമാനത്തിന് യോഗ്യരായി എണ്ണുക എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് ദൈവവചനത്തിൽ അധ്വാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു പണിയാണ്. കാരണം അകത്തിരിക്കുന്ന നിധികളെ എല്ലാം നമ്മൾ വെട്ടിയെടുത്ത് ഇങ്ങ് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് ചുമ്മാ നമ്മളെ ഇഷ്ടമുള്ള പോലെ വായിച്ചാലൊന്നും നമുക്ക് കാര്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഒരു ഡിസ്റ്റർബൻസൊന്നും ഇല്ലാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും ധ്യാനത്തോടും ഒക്കെ ഇരുന്നാലേ വചനം പഠിപ്പിക്കാനും പഠിക്കുവാനും ഒക്കെ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ വേല പൗലോസ് പറയുന്നത് നല്ലൊരു, എൻ്റെ വേലയ്ക്ക് ഫലം വരും. അത് നല്ലൊരു ലേബറാണ്. ഒരു ഫലകരമായി തീരണമെങ്കിൽ അതൊരു ഹാർഡ് വർക്ക് തന്നെയാണ്. എഫെസ്യർ 2:10 പറയുന്നുണ്ട്, നാം സൽപ്രവൃത്തികൾ ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അത് സൽപ്രവൃത്തികൾ ചെയ്തു പോകാൻ ദൈവം നമുക്ക് മുന്നൊരുക്കിയിരിക്കണം. ക്രിസ്തുവിന്റെ വേല ചെയ്യുന്നത് ക്രിസ്തുവിന്റെ വേല എന്ന് പറയുന്നത് തന്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കുന്ന പോലാണ് ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ അത് നല്ലൊരു പ്രവൃത്തി തന്നെയാണ്. തന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ക്രിസ്തുവിന് വേണ്ടിയുള്ള തന്റെ വേല വിജയകരമാക്കി തീർക്കുക എന്നുള്ളതാണ് പൗലോസിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ക്രിസ്തു ഒരു ക്രിസ്തു ഭക്തന്റെ വേല ഒരിക്കലും വ്യർത്ഥമാകില്ല. നമുക്ക് കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അവിടെ ഒരു പ്രത്യാശ അവർക്ക് കഷ്ടങ്ങളിലൂടെയും പ്രയാസത്തോടെ കടന്നു പോയപ്പം അവരോട് പറയുകയാണ്, 1 കൊരിന്ത്യർ 15:58. 1 കൊരിന്ത്യർ 15:58. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നതും ആകുവേൻ. അപ്പം ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി ക്രിസ്തുവിൽ പ്രയത്നം ചെയ്യുന്നത് കർത്താവിന്റെ വേലയിൽ ഒട്ടും വ്യർത്ഥമാകത്തില്ല. ക്രിസ്തുവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരിക്കലും വ്യർത്ഥമാകില്ല. അത് ഈ ലോകത്തിലാണെങ്കിലും അവിടെയാണെങ്കിലും എല്ലാം ലാഭമാണ്. പൗലോസ് പറഞ്ഞതുപോലെ ജീവിച്ചിരുന്നാലും മരിച്ചാലും ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്താലും അതുപോലെ ക്രിസ്തുവിനോട് കൂടെ ഇരുന്നാലും എല്ലാം ലാഭമായി തീരും. നമുക്ക് പൗലോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, അതിനായി എന്നിൽ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി കൊണ്ട്, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി കൊണ്ട് പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്ന പറയുന്നത്. ഈ ലോകത്തിലെ വേലയ്ക്ക് എത്ര അധ്വാനിക്കണം, അതിനേക്കാളും പൗലോസ് പറയുകയാണ് പോരാടിക്കൊണ്ട് അധ്വാനിക്കുക. തന്റെ കൂടാരപ്പണിയെ കുറിച്ചൊന്നും പൗലോസ് അങ്ങനെ പറയുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ വേലയെ കുറിച്ച് പറയുന്ന പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. നമുക്ക് അത്രയും പോരാട്ടങ്ങളും പ്രയാസങ്ങളും അന്നത്തെ കാലത്ത് യാത്ര പോലും വളരെ പ്രയാസകരമായ സംഭവമായിരുന്നു. അതിനോടുകൂടെ സുവിശേഷ വിരോധികളാൽ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ കൂടിയാകുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കാലത്ത് സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നവർക്കും അല്ലെ സുവിശേഷം അറിയിക്കാൻ പോകുന്നവർക്കും വാഹനങ്ങളുണ്ട്, റോഡുകൾ നല്ല സൗകര്യമുള്ളവയാണ്, എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെ അല്ലായിരുന്നത് കൊണ്ട് ആ യാത്ര തന്നെ ശ്രമകരമായിരുന്നു. അതുപോലെ തന്നെ ആ സുവിശേഷ വിരോധികളാലുള്ള പ്രശ്നങ്ങളാകുമ്പോഴും അതും ശ്രമകരമായിരുന്നു. അതുകൊണ്ട് അതൊരു വലിയ ഒരു ഹാർഡ് വർക്കായിരുന്നു അന്നത്തെ കേട്ടെ. പക്ഷെ ആ ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒരു ഫലകരമായ വേല ആഗ്രഹിച്ചിരുന്ന അന്നത്തെ വിശുദ്ധന്മാരല്ല. അതുകൊണ്ടാണ് ഇപ്പോഴും സുവിശേഷം നിലനിർക്കുന്നത്. ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം എത്തുവാനായിട്ട് അവർ ആവോളം ശ്രമിച്ചു. നമ്മൾക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ സുവിശേഷവുമായി, ഇന്ത്യയിലൊക്കെ സുവിശേഷമായി എത്തിയതാരാ? യൂറോപ്പിൽ നിന്നുള്ള മിഷണറിമാരൊക്കെ ആയിരുന്നു അവിടുന്ന് സുവിശേഷമായി എത്തുന്നത്. അവരൊക്കെ കഷ്ടപ്പെട്ട് കപ്പൽ യാത്രയൊക്കെ ചെയ്ത് അന്നത്തെ കാലത്ത് സുവിശേഷവുമായി അവിടെ എത്തിയത്. അതുകൊണ്ട് ഇന്നും ആ സുവിശേഷം നിലനിൽക്കുവാനായിട്ട് കാരണമായി തീർന്നു. ഓക്കെ.
തന്റെ അധ്വാനം അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ കാരണമായി തീരുമെന്ന് പൗലോസ് വിശ്വസിച്ചിരുന്നു. അപ്പം ജീവിച്ചിരുന്ന കർത്താവിന്റെ വേല ചെയ്യുകയോ അത് വിട്ടുപിരിഞ്ഞ് തന്നെ സ്നേഹിക്കുന്ന തന്റെ സ്നേഹമാകുന്ന ക്രിസ്തുവിനോട് ചേരുകയോ ഏത് തിരഞ്ഞെടുക്കുമെന്ന് താൻ അറിയുന്നില്ല എന്ന് അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്. താൻ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുകയാണ്. അത് തന്റെ വേലയ്ക്ക് അത് ഫലം വരുമെങ്കിൽ അത് എന്നാൽ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടുവെന്ന് ഞാൻ അറിയുന്നില്ല. പൗലോസ് തൻ്റെ ആഗ്രഹമെല്ലാം ക്രിസ്തുവിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ ഹിതം എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ എന്നാണ് പൗലോസിന്റെ പ്രതീക്ഷയും പ്രത്യാശയും. നമുക്ക് 23-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. ഇവ രണ്ടിനാലും. എന്താ രണ്ടിനാലും? ഈ രണ്ട് കാര്യങ്ങൾ, മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് സ്വർഗീയ ഭവനത്തിലേക്ക് പോകുന്നത്, രണ്ടാമത് ക്രിസ്തുവിന്റെ അപ്പോസ്തലനായി ഭൂമിയിൽ ജീവിക്കുക. ഇത് രണ്ടിനാലും ഞാൻ നൽകുന്ന ഏത് തിരഞ്ഞെടുക്കേണ്ടുവെന്ന് ഞാൻ അറിയുന്നില്ല. രണ്ടും പ്രയോജനമുള്ളതുമാണ്. മരിക്കുന്നതും ലാഭമാണ്, ജീവിക്കുന്നതും ലാഭമാണ്. പക്ഷെ ഏത് തിരഞ്ഞെടുക്കേണ്ടുവെന്ന് ഞാൻ അറിയുന്നില്ല. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞായിരുന്നല്ലോ, ഭേദാഭേദങ്ങളെ വിഭജിക്കണം. നല്ലതും തമ്മിൽ തിരിച്ചറിയാൻ എളുപ്പമല്ലേ, പാടാണ്. പക്ഷെ നല്ലതും ഏറ്റവും നല്ലതും തമ്മിൽ തിരഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചീത്തയും നല്ലതും തമ്മിൽ തിരഞ്ഞെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ നല്ലതും ഏറ്റവും നല്ലതും തമ്മിൽ പൗലോസ് പറയുകയാണ്. ഇതാണ് അവിടെയും പറയുന്നത്. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. ഇവിടെ ഇംഗ്ലീഷ് പറയുന്നത് ഫോർ ഐ ആം ഹാർഡ് പ്രസ്ഡ് ബിറ്റ്വീൻ ദിസ് ടു. ഹാർഡ് പ്രസ്ഡ്, നമുക്കറിയാം ഹാർഡ് പ്രസ് നമ്മൾ ഒരിക്കൽ പഠിച്ചതായിരുന്നു. ഒലിവ് ആ പ്രസ്സിലൂടെ കടന്നു പോകുന്നത്, ചക്കിലൂടെ കടന്നു പോയിട്ട് ഒലിവ് ഓയിൽ എടുക്കുന്ന ആ പ്രയാസം, ഞെരിഞ്ഞ് അമർന്ന് പറയും. ഇതിന് രണ്ടിലാളും ഞാൻ ഞെരുങ്ങുന്നു. ഇതിലെന്താണെന്ന് അറിയത്തില്ല. ഒരു സഞ്ചാരി ഒരു ദുഃഖടമായ വഴിയിലൂടെ പാറക്കെടുക്കുകളിലൂടെ കടന്നു പോകുന്നത് പോലെ, ഞെരുങ്ങി സഞ്ചരിക്കുന്നത് പോലെ പറയാം. ഇത് രണ്ടിനാലും ഞാൻ ഞെരുങ്ങി. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. പക്ഷെ ഏത് തിരഞ്ഞെടുക്കണം ഞാൻ അറിയത്തില്ല. ഞാൻ ഞെരുങ്ങെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. കാരണം എനിക്കറിയാം, ഞാൻ ജഡത്തിൽ ജീവിച്ചിരുന്നാൽ അത് കർത്താവിന്റെ വേലയ്ക്ക് സഹായമായി തീരും. മറ്റേതെന്ന് എനിക്കറിയാം. ഞാൻ ഒരിക്കൽ ക്രിസ്തുവിനെ കണ്ടതാണ്. ആ സ്വാഭാവികങ്ങളൊക്കെ അറിഞ്ഞതാണ്. ഇനി അങ്ങോട്ട് പോകാനാണ് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത്. അതുമുണ്ട്. പക്ഷെ രണ്ടും കൂടെ പൗലോസിനെ അങ്ങ് ബന്ധപ്പെടുത്തുക. ഏത് തിരഞ്ഞെടുക്കണം ഞാൻ അറിയുന്നില്ല. ഒലിവ് ആ ഹാർഡ് പ്രസ്സിലൂടെ കടന്നു പോകുന്നത് പോലെ ഞെരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. ഭയങ്കര വിഷമത്തിലുള്ള അവസ്ഥയാണ്. ഏത് തിരഞ്ഞെടുക്കണം, ഏതാ തിരഞ്ഞെടുക്കണമെന്ന് എനിക്ക് അറിയുന്നില്ല എന്നാണ്. തിരഞ്ഞെടുക്കാൻ വിഷമമാണ് എന്ന് പറയുന്നു. എങ്കിലും വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. പൗലോസിനറിയാം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നതാണ് അത്യുത്തമമെന്നറിയാം. പക്ഷെ അത് ഇവിടെ ഒരു ഹയർ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനേക്കാളും വലിയത് ഒന്നുമില്ല. അത്യുത്തമം, വെരി മച്ച് ബെറ്റർ, ഫാർ ബെറ്റർ ദാൻ എനിത്തിങ്. അപ്പൊ അതാണ് ഏറ്റവും വലിയത്. പക്ഷേ എനിക്ക് തിരഞ്ഞെടുക്കേണ്ട ഇപ്പൊ അറിയത്തില്ല. പക്ഷെ ഞാൻ ജഡത്തിൽ ജീവിച്ചിരിക്കുന്നതിനാൽ, എന്തുകൊണ്ടാ, എൻ്റെ വേല മൂലം അനേകർ ദൈവത്തിങ്കിലേക്ക് പോവാനായിട്ട് ഇടയായിത്തീരും അല്ലേ. ഞാൻ പക്ഷെ ചിലപ്പോൾ ഇപ്പം മരിച്ചു പോയി കഴിഞ്ഞാൽ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പണി കംപ്ലീറ്റ് ആയി കാണത്തില്ലായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇപ്പം ഇവിടെ എനിക്ക് രണ്ടും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. പക്ഷെ ഏറ്റവും ഇഷ്ടം ദൈവത്തോട് കൂടെ അത്യുത്തമം. പക്ഷെ ഈ ലോകത്ത് നമ്മുടെ ഈ ലോകത്തിലെ മനുഷ്യർ അങ്ങനെയൊന്നുമല്ല. നമ്മളൊക്കെ ചിലപ്പം പിന്നെ നമ്മുടെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും, കർത്താവേ എന്നെ എടുത്തോണേ എന്ന് പറയല്ലേ. നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ളവരാ. ഞാനും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഭയങ്കര ബുദ്ധിമുട്ടുകളിലും മരണകരമായ അസുഖങ്ങളിലൂടും പ്രയാസങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ പറയും, കർത്താവെ എടുത്തോണെന്ന്. പക്ഷെ പൗലോസ് അതല്ല പറയുന്നത്. അവിടെ ഏത് പ്രശ്നമായിരുന്നാലും ഞാൻ സന്തോഷിക്കും. ഞാൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണ്. കാരണം ഈ ലോകത്തിലെ മനുഷ്യര് പിന്നെ അവരുടെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സൂയിസൈഡ് ചെയ്യുന്നു, മരിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. മരുന്നിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി പോകും. പൗലോസ് അതൊന്നുമല്ല. പൗലോസ് ഇതെല്ലാം വിഭിന്നമാണ്. കാരണം ആ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് അത്യുത്തമാണ്. അതിനാണ് ഞാൻ ഇച്ഛിക്കുന്നത്. കാരണം നമ്മൾ സങ്കീർത്തനങ്ങളൊക്കെ പറയുന്ന പോലെ നീർത്തോടുകളിനായി കഷ്ടപ്പെട്ട് വാഞ്ചിക്കുന്നത് പോലെ, കാരണം ഒരു തുള്ളി വെള്ളം കാണാൻ വേണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ, അതുപോലെ നമുക്കറിയാം
ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ പിന്നെ തന്നെ താമസിക്കുന്നവരൊക്കെ തൻ്റെ ഉറ്റവരെയുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ മക്കളും ഒക്കെ അപ്പനെയും അമ്മയും കാണുവാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ലീവിന് വേണ്ടി കാത്തിരുന്ന് ആ നാട്ടിലേക്ക് വരുന്നത് പോലെ അത് പറയാം, എൻ്റെ നാട്ടിലേക്ക് പോകാനായിട്ട് ഞാൻ ഇരിക്കുകയാണ്. ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് എനിക്ക് അത്യുത്തമമാണെന്നാണ് പറയുന്നത്. 2 കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ കൂടാരം അഴിഞ്ഞു പോയാൽ എനിക്ക് ഇത് നൊടിനേരത്തുള്ളേക്കുള്ളതാണെന്ന് അറിയാം. ഇത് കഷ്ടമനുഭവിക്കുന്നത്, ഇത് മർത്യമായ ശരീരമാണ്, ഇത് ബലഹീനമായ ശരീരമാണ്, ഇത് അപമാനത്തിന് ഇരയായ ശരീരമാണ്. പക്ഷെ ഈ കൂടാരം അഴിഞ്ഞു പോയാൽ നിത്യമായ ഒരു കൂടാരം ദൈവം ഞങ്ങൾക്ക് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു പോകാം. 2 കൊരിന്ത്യർ 5:1 മുതലുള്ള നമ്മുടെയൊക്കെ പ്രത്യാശ ഇതായിരിക്കണം. ഇവിടെ ഞെരങ്ങിയാലും സാരമില്ല, ദൈവം അവിടെ ഒരു അത്യുത്തമമായ ഒന്ന് വെച്ചിരിക്കുന്നു. 5:1 മുതൽ, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായി ഇരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. നമ്മൾ കൊരിന്ത്യർ ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഈ പാർപ്പിടം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ മർത്യമായ ശരീരം, ഈ കൂടാരം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ മർത്യമായ ശരീരം, എൻ്റെ ഈ തേജസ്സില്ലാത്ത ശരീരം, എൻ്റെ ഈ ബലഹീനമായ ശരീരം, ഈ നശിച്ചു പോകുന്ന മണ്ണായി തീരാനുള്ള ഈ ശരീരം മാറിയിട്ട് അമർത്യമായ ഒരു ശരീരം എനിക്ക് ലഭിക്കും. ആ ബലമുള്ള ഒരു ശരീരം എനിക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഒരിക്കലും ജീർണിക്കാത്ത അജീർണമായ ഒരു ശരീരം എനിക്ക്, അദ്രവത്വമായ ഒരു ശരീരം എനിക്ക് ലഭിക്കും. അതിനെയാണ് പറഞ്ഞത്, സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിട മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. കാരണം ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ ഇച്ഛിക്കുന്നു. കാരണം പൗലോസ് പറയുകയാണ്, എൻ്റെ ഈ ഭൗമികമായ ശരീരമെല്ലാം വിട്ടിട്ട് ഞാൻ സ്വർഗീയമായതിലേക്ക് പോകുമെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. അതെനിക്ക് അത്യുത്തമമാണ്. അതുകൊണ്ട് എനിക്ക് മരിക്കാൻ ഭയമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഫലമായി തീരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടുവെന്ന് ഞാൻ അറിയുന്നില്ല. പൗലോസിനറിയാം ഇവിടെ നിന്ന് താൻ രക്ഷപ്പെടുമെന്ന്, താൻ വിടുവിക്കപ്പെടുമെന്ന് തനിക്കറിയാം. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയുന്നത്. അടുത്ത വാക്കിൽ പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾ നിമിത്തം അത് ഏറെ ആവശ്യമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ തിമത്തിയോസിന്റെ ലേഖനത്തിൽ അവസാന ലേഖനം 2 തിമത്തിയോസ് ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. തൻ്റെ ആ ഇമ്മിനന്റ് ഡെത്തിനെ കുറിച്ച് തനിക്ക് അന്നേരം അറിയായിരുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തിന്, നീതിയുടെ കിരീടം എനിക്കായി വെച്ച്. അന്ന് പൗലോസിന് അറിയാമായിരുന്നു താൻ ഏറ്റവും തൻ്റെ പ്രിയനോട് ചേരുവാനുള്ള ഏറ്റവും അടുത്ത നാളുകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഫിലിപ്പിയരോട് പറയുന്നത്, നിങ്ങളെ വന്ന് ഇനി എനിക്ക് കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ തിരിച്ചു വരും എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നവന്ന്. എന്നാൽ ഇവ രണ്ടിനാലും എനിക്ക് കർത്താവിനോട് കൂടെ പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ കാണണമെന്നും അതുപോലെ എൻ്റെ വേല നിവർത്തിക്കണമെന്നും അനേകർ ദൈവത്തെ അറിയണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ എന്ന് പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്. പ്രശ്നങ്ങൾ മൂലമല്ല പൗലോസ് മരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ക്രിസ്തുവിനോട് കൂടെ ചേരുവാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുക നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഫിലിപ്പർ നിമിത്തവും മറ്റുള്ളവർ നിമിത്തവും താൻ ജഡത്തിലിരിക്കുന്നത് അല്ലെങ്കിൽ ഭൂമിയിൽ താൻ ജീവിക്കുന്നത് ആവശ്യമെന്ന് പൗലോസ് പറയുന്നു. കാരണം പൗലോസിന്റെ സ്വാർത്ഥതയില്ലാത്ത മനസ്സ്, കാരണം താൻ സ്വാർത്ഥനായിരുന്നെങ്കിൽ തനിക്ക് ഏറ്റവും അത്യുത്തമമായിരുന്നു താൻ കാംക്ഷിക്കുന്നത്, അല്ലേ? ഒരിക്കൽ കർത്താവിനെ കണ്ടതാണ്. അതുപോലെ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ പോകുവാനായിരുന്നു അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ പൗലോസ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ തൻ്റെ നിസ്വാർത്ഥമായ മനസ്സ്, സ്വാർത്ഥതയില്ലാത്ത മനസ്സ്, ഞാൻ ഇവിടെ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ മറ്റുള്ളവർക്ക് പ്രയോജനമാകുമെങ്കിൽ, അങ്ങനെയാണ് പൗലോസ്, ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. കാരണം ഇപ്പോൾ തന്നെ അനേകർക്ക് ആവശ്യമുണ്ട്. ഇപ്പൊ തന്നെ 2 വർഷക്കാലം കൂലിക്കെടുത്ത വീട്ടിൽ ഇരിക്കുകയാണെങ്കിലും തന്നോടുകൂടെ വരുന്നവര്
ആ പടയാളികള് സുവിശേഷം അറിയിക്കാൻ കാരണമായി തീർന്നു. എപ്പഫ്രാസ് വന്നവിടെ അല്ലേ, പൗലോസിനെ ശുശ്രൂഷിക്കാനായിട്ട്. അദ്ദേഹം പോലും ആ, മരിക്കുന്ന അവസ്ഥയിലേക്ക് ആയി തീർന്നു. അതിൽ നിന്നൊക്കെ ജീവൻ പ്രാപിച്ചു. അതുപോലെ തന്നെ ഈ ലേഖനം എഴുതി. അടുത്ത വേറെ രണ്ട് ലേഖനങ്ങളും കൂടെ എഴുതി അല്ലേ, കാരാഗൃഹ ലേഖനങ്ങൾ എല്ലാം എഴുതി. അങ്ങനെ എല്ലാമായി ഇത് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. അത് ലാഭമാണ്. അതുകൊണ്ട് എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ എന്നാ പറയുന്നത്. അപ്പൊ അത് നമ്മൾക്കും അത് പ്രയോജനകരമായിട്ട് നൂറ്റാണ്ടുകളായി അല്ലേ, അനേകർ ദൈവവചനം പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി കർത്താവിന്റെ വരവ് വരെ അത് പ്രയോജനകരമായി തരും. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവവചനത്തിന്റെ ഭാഗമായി ഫിലിപ്പിയർക്കുള്ള ലേഖനവും കൊലോസ്യർക്കുള്ള ലേഖനവും ഫിലമോനുള്ള ലേഖനവും എല്ലാം എഫേസ്യർക്കുള്ള ലേഖനവും എല്ലാം കാരണമായി അഭിവൃദ്ധിക്ക് കാരണമായി തീർന്ന പൗലോസിന്റെ വേല നിമിത്തമാണ് അത് അങ്ങനെ ആയി തീരുവാനായിട്ട് കാരണമെന്ന്. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുക നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം, ഇത് നമ്മൾ നിമിത്തവും ഏറെ ആവശ്യമായിരിക്കുന്നു. ആ അവിടെ മറ്റുള്ളവർക്ക് വേണ്ടി പൗലോസ് എന്ന് പറഞ്ഞ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് പൗലോസിന്. കാരണം നാം നമുക്ക് വേണ്ടി ജീവിക്കുകയാണ്, ലോകത്തിലുള്ളവർ അവർക്ക് വേണ്ടി ജീവിക്കാം. പൗലോസ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. അത്യുത്തമമായതിനെ കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട്, ക്രിസ്തുവിന്റെ സ്വഭാവവിശേഷത അതിലെ 2-ാം അധ്യായത്തിൽ നമ്മൾ പറയുന്നത് അത്യുന്നതമായതിനെ മാറ്റി വെച്ചിട്ട് ഈ താണഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഇവിടെയും പൗലോസ് വേണമെങ്കിൽ കർത്താവിനോടുകൂടെ ഇപ്പൊ തന്നെ പൗലോസിന് പോകാമായിരുന്നു. പക്ഷെ അത് ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യമെന്ന് ക്രിസ്തുവിനെ കഷ്ടപ്പെടുക, അനേകരെ ക്രിസ്തുവിന് വേണ്ടി സമ്പാദിക്കുക എന്ന ഏക ലക്ഷ്യമാണ്. അതുമൂലം പൗലോസ് പറയും, ഇപ്പം എനിക്കറിയാം എന്തോ തിരഞ്ഞെടുക്കേണ്ടതെന്ന്. ഇപ്പം നിങ്ങൾ നിമിത്തം അത് ഏറെ ആവശ്യമായിരിക്കുന്നു എന്ന്. അതുപോലെ തന്നെ അനേകർ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പൗലോസ് ആണേലും പത്രോസ് ആണേലും. പത്രോസ് പറയുന്നുണ്ട്, രണ്ട് പത്രോസിന്റെ 2 പത്രോസ് 1:13-14 പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ശരീരം പൊളിയുവാനായിട്ട് പോവുകയാണ്, പക്ഷെ ഞാനിപ്പോൾ ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുക. കാരണം നിങ്ങൾ ദൈവത്തെ അറിയണം, നിങ്ങൾ വിശ്വാസത്തിൽ ഉറയ്ക്കണം എന്നുള്ളത്. വായിക്കാം, 2 പത്രോസ് 1:13-14. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എനിക്കറിയാം എൻ്റെ കൂടാരം, എൻ്റെ ഈ ശരീരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു. ഞാൻ കർത്താവിനോട് കൂടെ പോകുവാനായിട്ട് അടുത്തിരിക്കുന്നു. ഞാൻ പത്രോസൊക്കെ മരിച്ചത് വയസ്സായി മരിച്ചതൊന്നുമല്ല, ക്രൂശിക്കപ്പെട്ടതാ അല്ലേ. അതുകൊണ്ട് പൊളിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കാൽ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തുക യുക്തമെന്ന് ഞാൻ വിചാരിക്കും. ഓർമ്മിപ്പിച്ചുണർത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉപദേശിക്കുക, നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക, നിങ്ങൾക്ക് വചനങ്ങളെ എഴുതിത്തരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേഖനങ്ങൾ എഴുതുക, നിങ്ങൾക്ക് കത്തുകൾ എഴുതുക, നിങ്ങളെ ഉറപ്പിക്കുക. അത് യുക്തമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറയുന്നു. കാരണം അവരൊക്കെ ഇങ്ങനെ എഴുതിയത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും വചനം ഒക്കെ പഠിക്കാനായിട്ട്, ആഴമായ ദൈവത്തെക്കുറിച്ച് അറിയുവാനായിട്ട് കാരണമായി തീർന്നത്. ഈ കൂടാരത്തിൽ വസിക്കുന്നതോളം നമ്മളും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുക, അനേകരിലേക്ക് ക്രിസ്തുവിന്റെ വചനം പകരുക. ഇതൊക്കെയാണ് ദൈവം നമ്മെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാൻ ദൈവം നമ്മളെ ഒക്കെയും അതിന് സഹായിക്കട്ടെ. ഇനി 25-ാമത്തെ വാക്യത്തിലേക്ക് പോയി. 25-ാമത്തെ വാക്യം, ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി ഞാൻ ജീവനോടെ ഇരിക്കുമെന്ന് നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമെന്നും ഞാൻ അറിയുന്നു. ഇപ്പം പൗലോസ് എവിടെയാ? കാരാഗൃഹത്തിൽ അല്ലേ. റോമയിലെ കാരാഗൃഹത്തിലായിരിക്കുക. എവിടെ ഇരിക്കുമെന്നാ പറയുന്നത്? ഇപ്പം ഫിലിപ്പിയിൽ വന്ന് നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് പറയുന്നത്. അപ്പം പൗലോസിനറിയാം ഞാൻ മടങ്ങി വരും, അപ്പം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തീരുമെന്നാണ് പറയുന്നത്. അപ്പം ആദ്യം പറഞ്ഞു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭവുമാണ്. പക്ഷേ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നതിൽ അത്യുത്തമമാണ്. പക്ഷെ എനിക്ക് ഏത് തിരഞ്ഞെടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല, രണ്ടിനാലും ഞരങ്ങുന്നു. പക്ഷെ അടുത്ത വാക്യത്തിൽ വന്നപ്പം പൗലോസ് തിരഞ്ഞെടുത്തു അല്ലേ, ഏതാ? ഇവിടെ ഇങ്ങനെ ഉറച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷമായി തന്നെ ഞാൻ ജീവനോടിരിക്കുന്നത് നല്ലതാണെന്ന് താനിപ്പോൾ ഉറയ്ക്കുകയാണ്. എന്തതിന്റെ ബേസിസിലാണ് താൻ ഡിസിഷൻ എടുക്കുന്നത്? നമ്മളെല്ലാവരും ഡിസിഷൻ എടുക്കുന്നവരാ അല്ലേ. എന്തൊക്കെയാ ഡിസിഷൻ നമ്മൾ എടുക്കുന്നത്? എന്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്? നമ്മുടെ കംഫോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, നമ്മുടെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മൾ സുവിശേഷം നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. പക്ഷെ പൗലോസ് ഡിസിഷൻ എടുക്കുന്നത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടിയ
ഡിസിഷൻ എടുക്കുന്നത്. അത് ഇവിടെ പറയുന്നു, ക്രിസ്തുവിന്റെ നാമമഹത്വത്തിനും മറ്റുള്ളവരുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കുമായാണ് തൻ്റെ ഡിസിഷൻ താൻ എടുക്കുന്നത്. അവിടെ പറയും ഉറച്ചിരിക്കുന്നു, ഐ എം കോൺഫിഡന്റ്, തനിക്ക് പൂർണ്ണമായ നിശ്ചയമുണ്ട്. ഇപ്പോൾ ദൈവം തന്നിൽ കൂടി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് തനിക്ക് പൂർണ്ണമായ നിശ്ചയമുണ്ട്. കാരണം താൻ അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക, ഓരോ ദിവസവും താൻ കണ്ടുകൊണ്ടേയിരിക്കുക. തൻ്റെ അടുത്ത് വരുന്ന പടയാളികൾ ഓരോ ദിവസവും അവർ പോയി മടങ്ങി വരുന്ന സന്തോഷത്തോടെയാണ് മടങ്ങി വരുന്നത്, വീണ്ടും വചനം കേൾക്കാനായിട്ടല്ലേ, അനേകർ ക്രിസ്തുവിനെ അറിയാനായിട്ട് കാരണമായി തന്നെ പൗലോസിന് അറിയാം. അതെല്ലാം സുവിശേഷത്തെ അഭിവൃദ്ധിക്കാണ്, അനേകർ ക്രിസ്തുവിനെ കാണുവാൻ, ഇവരെ എല്ലാം അവിടെ വെച്ച് കാണാന്നുള്ള ഒരു അത്യുത്തമ വിശ്വാസം പൗലോസിനോടുണ്ട്. തനിക്ക് ജീവനോടെ ഇരിക്കുന്നത് ഇവിടെ പറയാം, വ്യക്തിപരമായ മരണത്തിലൂടെ തനിക്ക് ക്രിസ്തുവിലേക്ക് പോകുവാൻ ആണ് ഇഷ്ടം, എങ്കിലും ക്രിസ്തുവിന് വേണ്ടി അനേകരെ നേടുന്നത് കൊണ്ട് അത് പരമമായ ലക്ഷ്യമാണ്. ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്ക് സന്തോഷമായി ഞാൻ ജീവനോട് കൂടെ ഇരിക്കുമെന്ന് അറിയുന്നു. നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം വായിക്കുന്ന 9-ാം അധ്യായത്തിന്റെ പറയുന്നത്, ഞാൻ എങ്ങനെയെങ്കിലും ക്രിസ്തുവിനെ നേടേണ്ടതിന്, അല്ലേ, അനേകരെ നേടേണ്ടതിന് ഞാൻ അവരിൽ ഒരാളെ പോലെ ആയെന്ന് പറയുന്നുണ്ടല്ലേ. എങ്ങനെയെങ്കിലും ക്രിസ്തുവിനെ നേടുക, ചങ്ങലയാണെങ്കിലും എൻ്റെ മരണമാണെങ്കിലും അനേകരെ ക്രിസ്തുവിലേക്ക് നേടുക എന്നാണ് എൻ്റെ ലക്ഷ്യം. 1 കൊരിന്ത്യർ 9:9 മുതലുള്ള 19 മുതലുള്ള വാക്യങ്ങൾ. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവൻ അല്ലെങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ പോലെ ആയി. എങ്ങനെയെങ്കിലും അനേകരെ നേടുക എന്നുള്ളതാണ് പൗലോസിന്റെ ലക്ഷ്യം. ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവരെ പോലെയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ക്രിസ്തുവിന്റെ വ്യവസ്ഥയ്ക്ക് അപ്പുറത്ത് പോകത്തില്ല. ദൈവം ക്രിസ്തുവിന്റെ ആ വ്യവസ്ഥയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് തനിക്ക് മറ്റുള്ളവരെ പോലെ ആകാം, എത്രമാത്രം കഴിയും അനേകരെ നേടാൻ വേണ്ടി അത്ര വരെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. നമ്മളൊക്കെ നമ്മുടെ കംഫർട്ട് സോണിന് അങ്ങോട്ട് മാറിപ്പോയിട്ട് പോകത്തില്ല, അല്ലേ. നമ്മുടെ കംഫർട്ട് സോൺ ഉണ്ട്. പൗലോസ് തന്റെ കംഫർട്ട് സോണിലെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു വേഷത്തില്, കാരണം എന്താ പറയുന്നത്, ഡോക്ടറിൻസിലൊന്നും ഉപദേശങ്ങളിലൊന്നും ഒരു മാറ്റമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവനാകാതെ, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് ഞാൻ മാറിപ്പോകത്തില്ല, ഉപദേശത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് ഞാൻ മാറിപ്പോകത്തില്ല. ക്രിസ്തുവിന് ന്യായപ്രമാണം താൻ മുറുകെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ അവരിൽ ഒരാളെ പോലെയായി. അവരുടെ ഇടയിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു, അവരെ പോലെയായി. ചില മനുഷ്യരൊക്കെ സാധുക്കളുടെ ഇടയിലൊക്കെ ശുശ്രൂഷ ചെയ്യാൻ പോകുന്ന അവരിൽ ഒരാളെ പോലെ ജീവിക്കുന്ന ഒക്കെ ഉണ്ട്. അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട്. അവരിൽ ഒരാളെ പോലെ എങ്ങനെയെങ്കിലും ജീവിച്ച് അവരെ ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടി, അവരെ സഹായിക്കുന്നതിന് വേണ്ടി. കാരണം അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് അവിടോട്ട് ഇറങ്ങിച്ചെന്ന ആരും അവരെ സ്വീകരിക്കുമെന്ന് നിർബന്ധമില്ല, അല്ലേ. അവരിൽ ഒരാളായി അങ്ങോട്ട് ഇറങ്ങിച്ചെന്നാൽ അവരെ സ്വീകരിക്കും. അതുകൊണ്ട് ഇവിടെ പറയുന്ന ദൈവത്തിന് ന്യായപ്രമാണം ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ ആ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ട് ആ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം മുറുകെ പിടിച്ചുകൊണ്ട് ആ ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ട ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവരെ പോലെയായി. ബലഹീനരെ നേടേണ്ട ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുക, അതിനുവേണ്ടി പോരാടുക, അതുകൊണ്ട് പോരാടിക്കൊണ്ട് അധ്വാനിക്കുക എന്നാണ് പൗലോസിന്റെ പരമമായ ലക്ഷ്യം. ഇവിടെ അതുപോലെ പൗലോസ് പറയുന്നത്, ഇവിടെ പറയുന്നത് എന്തിനാണ് താൻ ജീവനോടെ ഇരിക്കുന്നത്? 2 കാരണങ്ങളാ പറയുന്നത്. ഒന്ന്, ഫിലിപ്പിയരുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധി. അതേഴ്സ് പൗലോസിന്റെ ലക്ഷ്യം. പൗലോസിന്റെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധി അല്ല, ഫിലിപ്പിയരുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധി. പിന്നെ 2, സന്തോഷം. ഈ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിയും സന്തോഷവും തമ്മിലുള്ള ബന്ധം എന്താ? വിശ്വാസം വർദ്ധിച്ചാൽ, അല്ലേ, സന്തോഷം വർദ്ധിക്കും. നമുക്കറിയാം വിശ്വാസം എന്നത് എന്തുവാ? നമ്മൾ എബ്രായ ലേഖനം 11:1 പറയാം, വിശ്വാസം ഒന്നും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത
ആ കാര്യങ്ങൾ നിശ്ചയാന്നൊക്കെ പറയും. പക്ഷെ വിശ്വാസത്തിന്റെ ആം, നിർവചനം തന്നെ ഒറ്റ വാക്കിൽ പറയാവുന്നെങ്കിൽ നമുക്ക് പറയാവുന്ന ആശ്രയം എന്നുള്ളതാണ്. വിശ്വസിക്കുക എന്ന് വെച്ചാൽ ആരിൽ. അതുകൊണ്ടല്ലേ പൗലോസ് ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. ആ വിശ്വാസം ഒന്നില് ഒരു കാര്യങ്ങളിലല്ല, ഒരാളിലാണ് ആ വിശ്വാസം, ദൈവത്തിലെ വിശ്വാസം. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നാണ് പറഞ്ഞത്. അപ്പം ദൈവത്തെങ്കിലുള്ള വിശ്വാസം. ഇവിടെ വിശ്വാസ അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ വിശ്വാസം വർദ്ധിക്കണം, പ്രോഗ്രസ് ഇൻ ദ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസം ഒന്ന് ദൈവത്തിലുള്ള ആശ്രയമാണ്. ആ ആശ്രയം എന്ന് നമ്മൾ അപ്പോൾ ആ വിശ്വാസം നമ്മൾ പറഞ്ഞ സബ്ജക്റ്റീവ് ഫെയ്ത്ത് എന്ന് പറയും. പക്ഷെ ആ സബ്ജക്റ്റീവ് ഫെയ്ത്ത് നമ്മൾ കുറെ വചനങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിച്ചു, ദൈവത്തെക്കുറിച്ച് പഠിച്ചു, ദൈവവചനങ്ങൾ പഠിച്ചു. പക്ഷെ ഈ പഠിച്ച ദൈവത്തെ, ഈ അറിഞ്ഞ സത്യത്തെ നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ് ഒബ്ജക്റ്റീവ് ഫെയ്ത്ത്. അപ്പൊ നമ്മുടെ സബ്ജക്റ്റീവ് ഫെയ്ത്ത് ഒബ്ജക്റ്റീവ് ഫെയ്ത്ത് ആയി വരുമ്പോഴാണ് വിശ്വാസത്തിന് പ്രോഗ്രഷൻ ഉണ്ടാകുന്നത്, വിശ്വാസത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്നത്. നമുക്കെല്ലാം ദൈവവചനം അറിയാവുന്നവരാ, ദൈവവചനം കാണാൻ പഠിക്കുന്നവരാ, നമ്മളുടേതായ ചുറ്റുപാടും നമ്മൾ പഠിക്കുന്ന അവസ്ഥ നമ്മൾ ദൈവം വചനം പഠിക്കുന്നവരാണ്, ദിവസവും പഠിക്കുന്നവരാണ്. നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിവുണ്ട്, ദൈവവചനത്തിന്റെ അറിവുണ്ട്, കാണാതെ അനേക വചനങ്ങൾ അറിയാം. പക്ഷെ ഈ വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ നാം ഉപയോഗിക്കപ്പെടുമ്പോൾ അത് ആ സബ്ജക്റ്റീവായിട്ടുള്ള ഫെയ്ത്ത് ഒബ്ജക്റ്റീവായിട്ടുള്ള ഫെയ്ത്തായി മാറി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വചനത്തിൽ നാം പഠിച്ച യേശുവിനെ ജീവിതത്തിൽ അനുഭവിച്ചറിയുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. നമ്മുടെ വിശ്വാസം എത്രത്തോളം വർദ്ധിക്കുമോ അത്രത്തോളം നമ്മുടെ സന്തോഷം കൂടിക്കൊണ്ടേയിരിക്കും. ഈ ലോകത്തിൽ എത്ര ധനം സമ്പാദിച്ചാലും, എത്ര ആരോഗ്യമുണ്ടെങ്കിലും, എത്ര ആയുസ് ഉണ്ടെങ്കിലും, നമുക്ക് എത്രത്തോളം കൂട്ടിവെക്കാൻ കഴിയുമെങ്കിലും നമ്മളുടെ സന്തോഷം വർദ്ധിക്കത്തേയില്ല. അതുകൊണ്ടല്ലേ ധനവാന്മാരായിരിക്കുന്നവരല്ലേ അവർക്ക് പിന്നെയും പിന്നെയും സമ്പാദിക്കണം. എത്ര സമ്പാദിച്ചാലും ഇനിയും വേണം, ഇനിയും വേണം, അവരെക്കാൾ വലുതാകണമെന്ന ചിന്തയല്ലാതെ ഒരു സംതൃപ്തിയില്ല. പക്ഷേ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചാൽ ആ പൗലോസ് പറയുന്നുണ്ട്, അലംഭാവത്തോടു കൂടിയുള്ള ദൈവഭക്തി വളരെ ആദായമാകുന്നു. കണ്ടന്റ്മെന്റ്, ആ ഒരു കണ്ടന്റ്മെന്റ് ഉള്ള ഒരു ജീവിതം, സംതൃപ്തമായ ഒരു ജീവിതത്തെ കുറിച്ചാണ്, ദൈവഭക്തിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ എല്ലാത്തിലും സന്തോഷം, നമ്മുടെ ജീവിതത്തിൽ ഒരു സംതൃപ്തി ഉണ്ടായിരിക്കണം. കാരണം തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ മിക്കവാറും പറയുന്ന വാക്യമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വാക്യമാണ്. 1 തെസ്സലോനിക്ക 2:13 പറയുന്നുണ്ട്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, അത് ആ മനുഷ്യരുടെ വചനമായിട്ടല്ല, സാക്ഷാലായിരിക്കുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ നിങ്ങളത് കൈക്കൊണ്ടു. അതിനപ്പുറത്തൊരു നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു സംഭവമുണ്ട്. വിശ്വസിക്കുന്ന നിങ്ങൾ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം കേട്ട വചനം, നമ്മൾ പഠിച്ച വചനം നമ്മളുടെ ജീവിതത്തിൽ അത് വ്യാപരിച്ചാൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിന് അഭിവൃദ്ധി വരത്തുള്ളൂ. നമ്മൾ പലതും വിശ്വസിക്കും, വചനത്തിൽ എഴുതിയതെല്ലാം വിശ്വസിക്കും, പക്ഷെ ആ വചനം നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെട്ടില്ല എങ്കിൽ നാം വിശ്വസിച്ചതെല്ലാം വ്യർത്ഥമായി തന്നെയാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നെങ്കിൽ വിശ്വസിക്കുന്നു, പക്ഷെ ആ വിശ്വസിക്കുന്നെങ്കിൽ അത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥമാ, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ഇപ്പോഴും ഈ ആയുസിൽ ക്രിസ്തുവിൽ മാത്രം പ്രത്യാശ വെച്ചിട്ട് നിങ്ങൾ സകല മനുഷ്യരും അരിഷ്ടന്മാരത്രയെന്ന് പറയുന്നുണ്ടല്ലേ. ഈ ആയുസിൽ മാത്രം ക്രിസ്തു വിശ്വസിച്ചിരിക്കുക, പക്ഷെ അവിടെ മറ്റൊരു ജീവിതമുണ്ട്. അപ്പോഴും നാം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കണം. ഈ വചനത്തിൽ എഴുതിയിട്ടുണ്ട് നാം വിട്ട് പിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുമെന്ന്. പക്ഷെ വിശ്വാസമുണ്ടോ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുമെന്ന്? ആ ഒരു വിശ്വാസത്തിലേക്ക് നാം എത്തിച്ചേരണം. ഒരു സേവിങ് ഫെയ്ത്തിൽ മാത്രമല്ല, നമ്മുടെ സബ്ജക്റ്റീവായിട്ടുള്ള ഫെയ്ത്ത് നമ്മുടെ ഒബ്ജക്റ്റീവായിട്ട് മാറണം. വിശ്വാസത്തിൽ നിന്ന് അഭിവൃദ്ധി പ്രാപിക്കണമെന്നായിട്ട് പറയുന്നു. ഒരു നമ്മൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു
ക്രിസ്തുവെന്ന സ്ഥലയോളം സകലത്തിലും വളരുവാനായിട്ട് ഇടയായി തീരണമെന്ന് പറയുന്നുണ്ട്. പൗലോസ് പറയുന്നത്, അതിനായി ഞാൻ പോരാടിക്കൊണ്ട് എല്ലാവരെയും, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതിന് ഏത് മനുഷ്യനെയും ഉപദേശിച്ചും ഏത് മനുഷ്യനെയും പ്രബോധിച്ചും കൊണ്ടിരിക്കുന്നു. തന്നിൽ വ്യാപരിക്കുന്ന തന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുക. എന്തിനു വേണ്ടി? ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്നതാണ് പൗലോസിന്റെ. കാരണം അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ, ക്രിസ്തുവിനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക. കൊലോസ്യ ലേഖനം 1:28-29 ഞാൻ വായിച്ചത്. അപ്പൊ അവനെ അറിയിക്കുന്ന, ക്രിസ്തുവിനെ അറിയിക്കുന്ന ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. നമ്മളെല്ലാവരും പ്രസംഗം കേൾക്കുന്നവരാണ്, വചനം കേൾക്കുന്നവരാണ്. പക്ഷെ നമ്മൾ പഠിച്ച വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അത് ഉറച്ചില്ല എങ്കിൽ അത് നാം പഠിക്കുന്നതും എല്ലാം വെറുതെയാണ്, അത് വ്യർത്ഥമാണ്. നമ്മൾ അറിഞ്ഞ ക്രിസ്തുവിനെ നാം ഹൃദയത്തിൽ അറിഞ്ഞ ക്രിസ്തുവിനെ ജീവിതത്തിന് അനുഭവമാക്കിയാൽ മാത്രമാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പൗലോസ് എഫേസ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്കറിയാമല്ലോ. അവര് ക്രിസ്തുവിനെ അറിയണം, ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വളരണം, അവരാ ക്രിസ്തുവിൽ ബലപ്പെടണം എന്നാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു പോകാം. അധികം നാളായില്ലല്ലോ, നമുക്ക് വായിച്ചു പോകാം. എന്നാലും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക്. എഫേസ്യർ 3:14 മുതലുള്ള വാക്യങ്ങൾ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായി പിതാവിന്റെ തല്ലിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനത്തോണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ആഴവും ഉയരവും ഇന്നതെന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും ചെയ്യണമെന്നും പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആത്മീക ജീവിതത്തിൽ പൗലോസിന് പറയായിരുന്നു, അവർക്ക് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജനതയാണ്, അവർക്ക് കുറെ ഭൗതികമായ സമ്പത്ത് ഇതിനു വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കാമായിരുന്നു. അല്ലെങ്കിൽ പൗലോസ് എന്ന ചെയിനകത്താണ് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, പൗലോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാമായിരുന്നു. അതൊന്നുമല്ല, അവരാ ദൈവത്തിന്റെ എല്ലാം നിറവിനോളം നിറഞ്ഞു വരണം, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. ആത്മീക ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വിശ്വാസം വർദ്ധിക്കുക എന്നാണ്. ദൈവവചനം ജാഗ്രതയോടെ പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിലാണ് ആത്മീകമായി നാം വളരുന്നത്. നമ്മൾ കുറേ പഠിച്ചു, അനുസരിച്ചില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. പഠിച്ച കാര്യങ്ങൾ നാം അനുസരിക്കുക. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവവചനത്തോടുള്ള ഒരു കാംക്ഷ നമുക്കുണ്ടാകണം. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, ദൈവത്തിന്റെ വചനം ഭക്ഷിപ്പാനുള്ള വിശപ്പും ദാഹവും അതിനെ ഹൃദയത്തിൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് എപ്പോഴും ആ ദൈവവചനത്തോടുള്ള വിശപ്പും ദാഹവും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ആത്മീക കാര്യങ്ങളിലെ ദാരിദ്ര്യവും ഭൗതിക കാര്യങ്ങളിലെ സംതൃപ്തിയുമാണ് നമുക്ക് വേണ്ടത്. ഒന്നുകൂടെ പറയാം, ഭൗതിക കാര്യങ്ങളിലെ സംതൃപ്തിയും ആത്മീക കാര്യങ്ങളുള്ള ദാരിദ്ര്യവും വേണം. തിരിച്ചായി കഴിഞ്ഞാൽ നമ്മുടെ ആത്മീക ജീവിതം പുകയായിരിക്കും എന്ന് ഞാൻ പറയും. കാരണം ഭൗതിക ജീവിതത്തിൽ ഉള്ള ആഗ്രഹവും ആത്മീയ ജീവിതത്തിലുള്ള സംതൃപ്തിയും നമുക്കുണ്ടെങ്കിൽ ആത്മീയ ജീവിതം കട്ടപ്പുകയായി പോകും. കാരണം ഭൗതികമായതിനെ കുറിച്ച് വീണ്ടും വീണ്ടും വേണം, പക്ഷെ ആത്മീയമായി ഞാൻ പഠിച്ചത് എനിക്ക് ഇത്രയും മതി, ഇനി എനിക്കത് വേണ്ട. ഞാൻ ഇന്ന് 2 വാക്യം പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ച 2 വാക്യം പഠിച്ചു, മതി, അതൊന്നും വേണ്ട. ഇന്ന് ഞാൻ 2 അധ്യായം വായിച്ചു, അത് മതി ഇന്നത്തേക്ക്. അതല്ല, നീ ഇന്നൊരു പ്രസംഗം കേട്ട് ഇന്നത്തെ ആ ഒരു എന്താ പറഞ്ഞ എന്റെ കോട്ട കഴിഞ്ഞു. അതൊന്നുമല്ല, പഠിച്ചത് വീണ്ടും 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 പഠിക്കുക. ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ഖനിയാത്, ബൈബിൾ എന്ന് പറഞ്ഞ ഖനിയാ. നമ്മൾ എത്ര കുഴിച്ചാലും അത് പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും. അതിനകത്തെ സാധനങ്ങള് അതിനളവില്ലാത്തതാ. അത് എത്ര പഠിച്ചാലും അത് പിന്നെയും പിന്നെയും നാം പഠിക്കുവാനുള്ള ആഗ്രഹം നമുക്ക് വരത്തില്ല. അതുകൊണ്ട് നാം മതി എന്ന് പറയരുത്. നമുക്ക് ആത്മീക കാര്യങ്ങളിൽ ദാരിദ്ര്യവും വേണം. ദരിദ്രരായിരിക്കുന്ന ഭാഗ്യവാന്മാർ അല്ലേ? ആ ആത്മാവിലെ ദാരിദ്ര്യം വേണം, ഭൗതികമായ സംതൃപ്തിയും വേണം.
അപ്പൊ ആത്മീയ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ തുടർച്ചയായ വചനം പഠിക്കണം, അത് അനുസരിക്കുകയും ചെയ്യണം. ആ, ഈ ലോകത്തിന്റെ സാഹചര്യങ്ങളിലും വസ്തുക്കളിലുമാണ് നാം ആശ്രയിച്ചിരിക്കുന്നു എങ്കിൽ നമ്മുടെ ആത്മീയ സന്തോഷം നമുക്ക് ആത്മീയ സന്തോഷം നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുന്നില്ല. നാം എത്രത്തോളം വചനത്തിൽ അടിസ്ഥാനപ്പെടുവോ, എത്രത്തോളം നാം വചനം പഠിക്കുമോ, എത്രത്തോളം നാം വചനത്തിൽ വളരുന്നുവോ, അത്രത്തോളം നമുക്ക് ആത്മീക സന്തോഷം വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരും. നാം എത്രത്തോളം വചനത്തിൽ വളരുന്നോ, വചനം പഠിക്കുന്നുവോ, വചനം അനുസരിക്കുന്നുവോ, വചനത്തിനു വേണ്ടി നമ്മുടെ സമയം ചെലവിടുന്നുവോ, നമുക്ക് ഏറ്റവും വലിയ സമയമാണ്. കാരണം നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് സമ്പാദിക്കാം, അല്ലേ? നമുക്കെല്ലാം ചെയ്യാം. പക്ഷേ നമുക്ക് എന്താ പറയുന്നത്, സമയം 24 മണിക്കൂറേ ഉള്ളൂ. അതൊരു മിനിറ്റ് കഴിഞ്ഞു പോയാൽ അത് പോയി, നമുക്കത് വീണ്ടെടുക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് വചനത്തിനു വേണ്ടി ആ വചനത്തിൽ വളരുവാനായിട്ട് നാം ശ്രമിക്കുക. എന്നാൽ അത്രത്തോളം നമ്മുടെ ആത്മീയ സന്തോഷവും പ്രാപിക്കും. നമുക്ക് എങ്ങനെ എന്തെങ്കിലും വചനത്തിൽ ആശ്വാസം അല്ലെങ്കിൽ ആ സന്തോഷം കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ, വചനം പഠിക്കുവാൻ നമുക്ക് ബോറാകുന്നുണ്ടെങ്കിൽ, നമ്മുടെ ആത്മീയ ജീവിതം ഒന്നുകൂടെ പരിശോധിക്കേണ്ടതാണ്. പൗലോസ് കൊരിന്ത്യരോട് എങ്ങനെയാ പറഞ്ഞേ? നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ, നിങ്ങളെ തന്നെ പരീക്ഷിപ്പിനെന്ന് പൗലോസ് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മളെ ശോധന ചെയ്യണം. നമ്മൾ എങ്ങനെയാണ്, നമ്മൾ എത്രത്തോളം ക്രിസ്തുവിൽ വളരുന്നുവോ, ആത്മീക അഭിവൃദ്ധി നമുക്ക് പ്രാപിക്കുന്നുവോ. കാരണം നമുക്കറിയാം എഫേസ്യരെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ ആദ്യ വിശ്വാസം തള്ളിക്കളഞ്ഞ് വിട്ട് എന്നല്ലേ, ആദ്യ വിശ്വാസം വിട്ട് കളഞ്ഞു എന്നൊരു ഒരു ഒരു കുറവ് അവരെ കുറിച്ച് പറയുന്നുണ്ട്. അവർ അത്യന്തമായി ക്രിസ്തുവിനെ സ്നേഹിച്ചതാ, അല്ലേ? അങ്ങനെയുള്ളവരിൽ അങ്ങനെ ആദ്യത്തെ സ്നേഹമല്ല വേണ്ടേ. ആദ്യത്തെ സ്നേഹം അത് കുറയുക മാത്രമല്ല, കുറയരുതെന്ന് മാത്രമല്ല, അത് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ക്രിസ്തുവിനോട് കൂടെയുള്ള സ്നേഹം വർദ്ധിക്കുന്നതായിരിക്കണം. ആ വിശ്വാസം വർദ്ധിച്ചു വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീക ജീവിതം സന്തോഷകരമായി നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ ജഡത്തിലിരിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഞാൻ നിങ്ങളോട് കൂടെ ഇരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനും കാരണമായി തീരും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്നും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പൗലോസ് അവരോട് കൂടെ വരുമ്പോൾ വീണ്ടും അവരെ ഉറപ്പിക്കുവാനായിട്ട് കാരണമായി തീരും. അതുകൊണ്ട് അവരുടെ വിശ്വാസം വീണ്ടും വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീരും. അതിനുവേണ്ടി തന്നെ ഞാൻ പറയുന്ന പോലെ, എപ്പോഴും പറയുന്നത് പോലെ 3 മിഷണറി യാത്രകൾ ചെയ്തു. അത് അവിടെ ഓരോ മിഷണറി യാത്ര കഴിയുമ്പോൾ പിന്നെ അവിടെയും പോയിട്ട് സഹോദരന്മാരെ ഉറപ്പിക്കുകയായിരുന്നു ചെയ്തത്. കാരണം അന്ന് വചനമില്ലായിരുന്നു അവർക്ക്, നമുക്ക് എഴുതപ്പെട്ട് കിട്ടിയതുപോലെ. ആ വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കുവാനായിട്ട് കാരണമായി തീർന്നു. കാരണം ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമില്ലാത്തവരാണ് സന്തോഷങ്ങൾ ദുഃഖങ്ങളിലും എല്ലാം കുടുങ്ങിപ്പോകുവാൻ ഇടയായിട്ട് തീരുന്നത്. പക്ഷെ ക്രിസ്തുവിൽ വിശ്വാസമുള്ളവൻ ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞാലും ആ ഒരു അത്യുത്തമമായ ഒന്ന് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന പരമമായ ലക്ഷ്യത്തോടെ ജീവിക്കുകയാണെങ്കിൽ ആത്മീയമായ സന്തോഷം പ്രാപിപ്പാനായിട്ട് കഴിയും. തെസ്സലോനിക്കൽ 4:4 പറയാം, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിച്ചു പോകാതിരിക്കണം ഞാൻ നിങ്ങൾ എഴുതുന്നത്. കാരണം നമ്മളുടെ ഒരു പ്രത്യാശയുണ്ട്, കർത്താവ് വീണ്ടും വരും നമ്മളെ ചേർത്ത് കൊള്ളുവാനായിട്ട്, അല്ലേ? ഒരു വിശ്വാസിയുടെ ഏറ്റവും വലുതായ ലക്ഷ്യം എന്ന് പറയുന്ന കർത്താവിന്റെ വരവും അവനോടുകൂടിയുള്ള വാസവുമായിരിക്കണം. അത് അത്യുത്തമമായിരിക്കണം. അങ്ങനെ ഒരു പ്രത്യാശയുള്ളവരായി നാം ജീവിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു കാര്യങ്ങളും നമ്മുടെ സന്തോഷത്തെ, ആത്മീയമായ സന്തോഷത്തെ കെടുത്തിക്കളയുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. പോളിന്റെ ജീവൻ അങ്ങനെയാണ്, താൻ തടവിലാണ്, കയ്യിൽ വിലങ്ങുകളുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, എപ്പോഴും സന്തോഷിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്നു, അല്ലെ? എപ്പോഴും സന്തോഷിപ്പിന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് വീണ്ടും പറയുന്നു. കാരണം താൻ സന്തോഷമുള്ളവരാണ്, മറ്റുള്ളവരെ അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. കാരണം അതുകൊണ്ട് പൗലോസ് എൻ്റെ ആഗ്രഹം തന്നെ താൻ ജീവിച്ചിരിക്കുന്നതിൽ അനേക വചന സത്യങ്ങൾ ഉറയ്ക്കുവാനും അവരുടെ വിശ്വാസം വർദ്ധിക്കുവാനും കാരണമായി തീർന്നു. ഫിലിപ്പിക്ക് എഴുതിയ ആ ലേഖനത്തിലൂടെ അവരുടെ വിശ്വാസം വർദ്ധിപ്പാനായിട്ട് കാരണമായിരുന്നു. ഇന്ന് നാമും പഠിക്കുമ്പോൾ നമ്മുടെ അത് വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനും കാരണമായി തീരുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്, എനിക്കറിയാം ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്ന അത്യുത്തമാണെന്ന്. പക്ഷേ ഇത് രണ്ടിനാളും ഞാൻ ഞെരുങ്ങുന്നു. എനിക്ക് ജീവിതത്തിൽ ജീവിച്ചിരിക്കണമോ അതോ ഈ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. പക്ഷെ ഞാൻ ഇപ്പം അറിയുന്നു
ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന് അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി ഞാൻ ജീവനോടെ ഇരിക്കുമെന്നും നിങ്ങളോടുകൂടെ ഇരിക്കുമെന്നും താൻ അറിയുന്നു എന്ന് പറയുക. കാരണം ജീവിച്ചിരുന്നാലും മരിച്ചു പോയാലും തന്നെ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുക, ക്രിസ്തുവിനെ മാഗ്നിഫൈ ചെയ്യുക, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ അടുത്ത വാക്യം പെട്ടെന്നങ്ങ് വായിച്ചു പോകാം. അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുന്നതിനാൽ എന്നെക്കുറിച്ച് നിങ്ങൾക്കുള്ള പ്രശംസ ക്രിസ്തുയേശു വർദ്ധിക്കാനിടയായത്. അപ്പം ഞാൻ ഒന്ന് തീരുമാനിച്ചു, എന്തുവാ? ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനും കാരണമായി തീരും. അതുകൊണ്ട് അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുന്നവനാൽ എന്നെക്കുറിച്ച് നിങ്ങൾക്കുള്ള പ്രശംസ ക്രിസ്തുയേശു വർദ്ധിപ്പാനായിട്ട് ഇടയായി തീരും എന്ന് പറയുന്നുണ്ട്. പൗലോസിന് ഫിലിപ്പിയരെ കുറിച്ചുള്ള വലിയൊരു പ്രത്യാശ ആണ്. കാരണം വലിയൊരു ആത്മീയ ബന്ധം അവർ തമ്മിലുണ്ട്. പൗലോസ് തിരിച്ച് ഫിലിപ്പിയിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമായിത്തിരിക്കും. പൗലോസ് കൊരിന്ത്യരോട് പറയുന്നുണ്ട്, നിങ്ങൾ പഫ്ഡപ്പായിട്ടിരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ലെന്ന് പറഞ്ഞാൽ ചിലർ ചീർത്തിരിക്കുന്നു. പക്ഷെ അവരെ പോലെ അല്ല. പൗലോസ് ഫിലിപ്പിയരെ കുറിച്ച് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വീണ്ടും മടങ്ങി വരുന്നതിന് അത് നിങ്ങൾക്ക് സന്തോഷം ആയിരിക്കും. ഞാൻ മടങ്ങി വരുമെന്ന് ഞാൻ അറിയുന്നു. ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. കർത്താവ് ഓൾറെഡി പൗലോസിനോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്ന് വിടുവിക്കും അല്ലേ. പൗലോസ് അവിടെ വന്ന് വിടുവിക്കപ്പെടുകയും വിടുവിക്കപ്പെടും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ അടുക്കൽ ഞാൻ മടങ്ങി വരും. ഷുവർട്ടി അത്. ഞാൻ മുമ്പ് പറഞ്ഞ തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കൂടാരം അഴിഞ്ഞു പോകുവാനായിട്ട് എത്തുന്നു. ഞാൻ നല്ല പോലെ വിശ്വാസം കാത്തു. ഇനി എനിക്ക് മരണം മുമ്പേ ഉണ്ട്, ഏറ്റവും മുന്നേ ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്നു, അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുന്നതിനാൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും. അപ്പൊ എന്നെക്കുറിച്ച് നിങ്ങൾക്കുള്ള ക്രിസ്തുയേശു വർദ്ധിപ്പാനായിട്ട് ഇടയായി തീരുമെന്ന് പറയുന്നു. അപ്പം ക്രിസ്തു നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു. നാം ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഫിലിപ്പിയരോടും സന്തോഷത്തോടെ ഇരിക്കുക. ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും. പൗലോസ് ഒരു ഹോപ്പ് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നാം എല്ലാവരും സൽപ്രവൃത്തിയാൽ സൃഷ്ടിക്കപ്പെട്ടു. നാമും ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുക, വിശ്വാസത്തിൽ വളരുക. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ നമ്മൾ ഉപകരണങ്ങളായി ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. അത് ദൈവം നമ്മെക്കുറിച്ചുള്ള വേല ചെയ്യുവാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. പൗലോസ് പറഞ്ഞതുപോലെ, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭമാണെന്ന് നമുക്കും ഓരോരുത്തർക്കും പറയുവാനായിട്ട് കഴിയണം. നമ്മൾ എങ്ങനെയായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും നമ്മുടെ ജീവിതം മൂലം ആര് മഹിമപ്പെടണം? ക്രിസ്തു മഹിമപ്പെടണം എന്നതാണ് പൗലോസിന്റെ ആഗ്രഹം. അതുപോലെ തന്നെയാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.